കൊച്ചിയിലെ ബാറിൽ യുവാവിനെ വൈൻ ഗ്ലാസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ വഴിത്തിരിവ്. DJ പാർട്ടിക്കിടെ യുവതിയെ മാനഭംഗപ്പെടുത്താനുള്ള ശ്രമമുണ്ടായെന്ന് പോലീസ്. മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതിന് തൊടുപുഴ സ്വദേശി ബഷീറിനെതിരെ കേസെടുത്തു. യുവാവിനെ മർദ്ദിച്ചതിന് യുവതിക്കെതിരെയും കേസെടുത്തു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയൂ, എന്തായിരുന്നു സംഭവം? രോഹിണി, ഇന്നലെ രാത്രി 10:00 തമ്മനം റോഡിലെ മില്ലേനിയൽ ബാറിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് തന്നോട് അപമര്യാദയായിട്ട് ഈ യുവാവ് പെരുമാറി, തുടർന്ന് വാക്കുതർക്കമുണ്ടായി, താൻ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതിയുടെ മൊഴി. വൈൻ ഗ്ലാസ് കൊണ്ടാണ് ഈ യുവാവിൻ്റെ തലയുടെ പിൻഭാഗത്ത് ചെവിക്കരികിലായിട്ട് വൈൻ ഗ്ലാസ് കൊണ്ട് യുവതി കുത്തി പരിക്കേൽപ്പിച്ചത്. ചികിത്സ കഴിഞ്ഞ യുവാവ് ആശുപത്രി വിടുകയും ചെയ്തിരുന്നു. അതിനിടയിൽ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പോലീസിന് വിവരമെന്നുള്ള രീതിയിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ DJ പാർട്ടിക്കിടയിൽ മാനഭംഗം ശ്രമം നടത്താനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായി. ഇതാണ് ഈ ഒരു സംഭവത്തിന് ആധാരമായിട്ട് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊടുപുഴ സ്വദേശിയായിട്ടുള്ള ബഷീറിനെതിരെ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കേസ് എടുക്കാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ഉടലെടുത്തിരുന്നു. തുടർന്നാണ് വിശദമായിട്ട് പോലീസ് അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാനഭംഗം ശ്രമം ഉണ്ടായി എന്നുള്ള കണ്ടെത്തലും അതിനോടനുബന്ധിച്ച് യുവാവിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യുവാവിനെ മർദ്ദിച്ച ഒരു സംഭവത്തിൽ യുവതിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് പിന്നണി ഗായകരായിട്ടുള്ള ചിലരും അതോടൊപ്പം തന്നെ ചലച്ചിത്ര താരങ്ങളും ഒക്കെ ഈ ബാറിലുണ്ടായിരുന്നു. ഈ DJ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. നാട്ടുകാർ തടിച്ചുകൂടിയതിനെ തുടർന്നാണ് ഇവരെല്ലാം അവിടെ നിന്ന് പോയത്. ഈ ഒരു ഹോട്ടലിൽ നേരത്തെയും സമാനമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായതാണ്. DJ പാർട്ടിക്കിടെ തന്നെ ചില സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. കൂടാതെ 2024 ഫെബ്രുവരി 11 ഇതേ ബാറിൽ ഒരു വെടിവയ്പ് നടന്നിരുന്നു. ഒരു സംഘം ബാറിൽ കുടിക്കാനെത്തിയ സമയത്ത് ചില കശപിശ ഉണ്ടാവുകയും മാനേജറുമായിട്ട് ചില വാക്കുതർക്കമുണ്ടായി. മാനേജറെ മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സംഘം വെടിയുതിർത്തത്. അതിന് പിന്നാലെ പോലീസ് കർശനമായിട്ടുള്ള പരിശോധനകൾ DJ പാർട്ടികൾ നടക്കുന്ന ബാറിൽ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ 11 മണിക്ക് ശേഷം DJ പാർട്ടികളോ അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളോ പാടില്ല എന്നും ബാർ അടയ്ക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും അന്ന് നൽകിയിരുന്നതാണ്. എന്തായാലും ഈ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ 2 കേസുകളാണ് പോലീസ് എടുത്തിട്ടുള്ളത്. മാനഭംഗ ശ്രമത്തിന് തൊടുപുഴ സ്വദേശിയായിട്ടുള്ള ബഷീറിനെതിരെ കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ട്. ബഷീറിനെ ഉപദ്രവിച്ച സംഭവത്തിൽ യുവതിക്കെതിരെ, ഉദയംപേരൂർ സ്വദേശിനിയായിട്ടുള്ള യുവതിക്കെതിരെയും പോലീസിന്റെ കേസന്വേഷണമുണ്ട്. എന്തായാലും ഇതാണ് ഇന്ന് കൊച്ചിയിൽ നടന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവം. ഇതിനോടനുബന്ധിച്ചുള്ള വാർത്തകളുമായിരുന്നു ഇന്ന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അതോടൊപ്പം രോഹിണി, നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 വാർത്തകൾ ഹൈക്കോടതി കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഒന്ന്, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചലച്ചിത്രത്തിന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് വൈകുന്നു എന്നുള്ള ആക്ഷേപം മുൻനിർത്തി നിർമ്മാണ കമ്പനി നൽകിയ ഹർജി അടുത്ത ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിൽ റിവൈസിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനത്തിന്റെ അതിന്റെ ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാനായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സെൻസർ ബോർഡിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതടക്കം ഹൈക്കോടതി പരിഗണിക്കുന്ന സമയത്ത് ചില പരാമർശങ്ങൾ ഉണ്ടായേക്കാം. അതൊരു വാർത്തയായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതായത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് 7 ലക്ഷം രൂപ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിടുകയും അത് അനുവദിക്കുകയും ചെയ്തിട്ടുകൂടി അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സർക്കാർ കൈക്കൊണ്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ ജൂലൈ 10 ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നുള്ളതടക്കം ഉത്തരവിലൂടെ പുറപ്പെടുവിച്ചിരുന്നു. അതിനിടയിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇതിന് ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ആ ഹർജി കൂടി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നാളെ പരിഗണിക്കുന്നുണ്ട്. ഈ 2 വാർത്തകളുമായിരിക്കും നാളെ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്. രോഹിണി, ശരി, രേഷ്മ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.